യോഗത്തിന്റെ ആദ്യ സന്ധ്യയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞൊരു വർഷക്കാലവും കൂടെ നമ്മെ വഴി നടന്നതിനായി ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നന്ദിയോടെ സ്തുതിക്കാം. ക്രിസ്തീയ മനസ്സിൽ സന്തോഷവും സമാധാനവും തരുവാൻ കർത്താവായ യേശുക്രിസ്തുവല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ചേർന്ന് പാടാം. ആശിഷമാരും ഉണ്ടാകും ആനന്ദവാക്തമേ എന്ന് ചേർന്ന് ഒരുമിച്ച് പാടാം. സന്തോഷവും സമാധാനവും തരുവാൻ കർത്താവായ യേശുക്രിസ്തുവല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി നമുക്ക് ചേർന്ന് ദൈവത്തെ പാടിപ്പുകഴ്ത്താം. യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടാം, അത്യുന്നത നാമത്തെ കീർത്തിച്ചിടാം. ചേർന്ന് പാടി ആരാധിക്കാം. ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. അക്കരയും നാട്ടിലെയും വാസനയിടാൻ ആരംഭിക്കുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരുടെയും കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ദൈവം ദാനമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾക്കുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ അനേകമായിരിക്കുന്ന വേദനകളാലും ജനം വലയുകയാണ്. മാരകമായ രോഗങ്ങൾ, നരകമായ യാത്ര പറയുന്നവർ, അപകടങ്ങൾ എന്ന് വേണ്ട നിരവധി വ്യാധികളാലും ജനം വലയുകയാണ്. എങ്കിലും നാം ഇങ്ങനെ സുസ്ഥമായി ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പാദ്യം കൊണ്ടല്ല, നമ്മുടെ സൗന്ദര്യം കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, പിന്നെ സ്തുതിക്കാം. അക്കരെ നാട്ടിലും വാസനയിടാൻ അൻപഴും നായകൻ വന്നിടാറായി ചേർന്നതാണ്.
ദൈവത്തെ പാദമഹത്വപ്പെടുത്താം. പുസ്തകത്തിലെ 21-ാമത്തെ ഗാനം സർവസൃഷ്ടികളും ഒന്നായി ആരംഭിക്കുന്ന ഗാനം പഴയൊരു ഗാനമാണ്. നമുക്ക് എല്ലാവർക്കും ഗാനമായിട്ട് കടന്നു പുസ്തകത്തിലെ 21-ാമത്തെ It's
ആരംഭിക്കാം. അതിനായി കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രവർത്തികൾ എത്ര വലിയവനാവില്ല. മൂടൻ അത് നിന്റെ ശത്രുക്കൾ നശിച്ചു പോകും. മേളയെക്കുറിച്ചും കേട്ടും നമ്മുടെ ദൈവത്തിൻ്റെ നീതി കേടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏത് കാലാവസ്ഥ ഓരോരുത്തരും ഇപ്രകാരം വചനത്തിൻ്റെ അഭിനയ തിരുമനസ്സിന് പെരുന്നാൾ കാര്യങ്ങൾ അറിയിക്കുവാനും നോട്ടീസ് കൊടുക്കുവാനും ഒക്കെ ചെന്നപ്പോൾ തിരുമേനി വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞു, ഈ കൺവെൻഷൻ നടക്കുന്നതായ ഒരു ദിവസം ഞാൻ ആ പള്ളിയിൽ എഴുന്നള്ളി വരുമെന്ന്. അത് നമ്മുടെ ഭാഗ്യം എന്നവണ്ണം ആദ്യത്തെ ദിവസം തന്നെ തിരുമേനി നമുക്ക് ലഭിച്ചു. ഈ കാര്യങ്ങൾ കൂടുതൽ അനുഗ്രഹപ്രദമാകുവാൻ അതൊക്കെ സാധ്യമാവുകയും ഈ ഇടവകയെ അത്യധികം സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന അഭിനന്ദ തിരുമനസ്സിന്റെ തൃക്കരം ചുംബിച്ച് തൃപ്പാവത്തെങ്കിൽ നന്ദിയുടെ പൂച്ചെണ്ടകൾ സമർപ്പിച്ച് നമ്മുടെ ദേവാലയത്തിലേക്ക് യോഗത്തിലേക്ക് ഹാർദവമായി വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ സന്ദേശത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്നത് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവമക്കൾ 5:30 മണിക്ക് തന്നെ ഈ യോഗത്തിലേക്ക് വളരെ വിനയത്തോടെ ഒരു ദിവസം പോലും ഓർക്കാതെ പോകുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട പള്ളിയുടെ ട്രസ്റ്റിമാർ കഴിഞ്ഞ 1-ാം തീയതി മുതൽ അല്ല, അതിനു മുമ്പ് ഞാനിവിടെ വന്ന് ശുശ്രൂഷകനായി ചുമതലയേറ്റ നാൾ മുതൽ കാണുന്ന കാഴ്ചയാണ്. ആരില്ലെങ്കിലും ഇവരീ പള്ളിയിലുണ്ടാവും. അങ്ങനെ വളരെ ആത്മാർത്ഥമായ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയുടെ ട്രസ്റ്റിമാരെ ബഹുമാനപ്പെട്ട മാത്യു സാർ, ഓലേസേട്ടൻ, അതുപോലെ പള്ളിയുടെ സെക്രട്ടറി ബേസിൽ, അതുപോലെ നമ്മുടെ പെരുന്നാളിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന ശ്രീമാൻ EBKC കിഴക്കമ്പറമ്പിൽ, അവരെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയ്ക്ക് അഭിമാനമായ സഭയ്ക്ക് അനുഗ്രഹമായ ബഹുമാന്യനായ ശവലിയാൻ പി ജേക്കബ് പരുത്തുവേരിയും അവരുടെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ദൈവമക്കളെ, നമ്മുടെ ഈ പന്തലിനെ, ഈ ദേശത്തെ, ഈ ദേവാലയത്തെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ആത്മീയ നിവൃത്തിയിലേക്ക് നയിക്കുന്ന നമ്മുടെ പള്ളിയുടെ ഗായക സംഘം, കുഞ്ഞുമക്കൾ തൊട്ട് പ്രായമായവർ മുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവർ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അച്ചടക്കമായി അടുക്കും ചിട്ടയുമായി നമ്മുടെ ഗായക സംഘത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീമാൻ ബ്രസ്റ്റനോടും അതുപോലെ ബിജുചേട്ടനോടും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതൊക്കെയും ഭംഗിയായി പഠിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്കതൊക്കെയും കാതുകൾക്കും കണ്ണുകൾക്കും ഒക്കെ വളരെ ഇമ്പകരമാണ്. ആ മക്കളെ വളരെ സന്തോഷത്തോടെ നമ്മുടെ യോഗത്തിലേക്ക് നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും വചനത്തോടെ കാണിക്കുന്ന ആ വലിയ ആഭിമുഖ്യം ഈ ദിവസങ്ങളൊക്കെ കണ്ടുവന്നത് 1-ാം തീയതി മുതൽ ഓരോ മേഖലയിലും യോഗം നടക്കുമ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ആളുകളുടെ എണ്ണം കൂടുകയല്ലാതെ കുറഞ്ഞ ഒരു പാരമ്പര്യം നിങ്ങൾക്കില്ല. മഴയായാലും മഴയില്ലെങ്കിലും നമ്മുടെ ദൈവമക്കൾ കൃത്യസമയത്ത് തന്നെ കടന്നു വരും. ഇന്നും നിങ്ങൾ എല്ലാവരും കടന്നു വരുമെന്ന് ഞാൻ വളരെ വിനയത്തോടെ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വന്നിരിക്കുന്നവരോടും വരുവാനിരിക്കുന്നവരോടും എല്ലാവരോടും വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഒന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ കസേരകൾ ഒഴിവുണ്ടെന്ന് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ച അതിലേക്ക് കയറിയിരിക്കാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ദൈവം ഇനിയും അനേകരെ ഈ യോഗത്തിലേക്ക് കൂട്ടിച്ചേർക്കും. യോഗം നടക്കുമ്പോൾ അവർ മുമ്പിലേക്ക് കടന്നു വരുവാനും ഒരു അലസത ഉണ്ടാക്കുവാനും ഇടയാകാതെ
ഇപ്പോൾ തന്നെ എല്ലാ ദൈവമക്കളും എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ കസേരകളിലേക്ക് അനുസരണയോടുകൂടെ കയറിയിരിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഒരു വിനയത്തോടെ സ്വാഗതം ചെയ്ത് ഈ സമയം നിർത്തട്ടെ. ഇപ്പോൾ അഭിമന്യ തിരുമനസ് കൊണ്ട് നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ആമുഖമായി സംസാരിച്ച് കൽപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കും. അവിടെ നിന്ന് കയറിയിരിക്കുന്ന സമയം 2 വരി പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ശ്രീശുനാമം അതിശയനാമം ശ്രീശുനാമം അതിശയനാമം നാമം. എല്ലാവരും ഇരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനരായ വൈദികരെ, ഈ പള്ളിയിലെ അനുഗ്രഹീതരായ ട്രസ്റ്റിമാരെ, സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനും അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനുമായിട്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പള്ളിയുടെ പെരുന്നാളനുബന്ധിച്ച് എല്ലാ ദിവസവും വചന ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളെല്ലാം നമുക്ക് നോമ്പിൻ്റെ ദിവസങ്ങളാണ്. ആരാധന, സുവിശേഷം, ധ്യാനം ഇവയെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ പെരുന്നാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അവസരങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുന്നതാണ്. ദൈവത്തെ അടുത്തറിയുന്നതിന്, മനസ്സാന്തരപ്പെടുന്നതിന്, വിശുദ്ധിയോടുള്ള ജീവിതം നയിക്കുന്നതിന് ഈ കൂട്ടായ്മയെല്ലാം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആമുഖമായിട്ട് റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം. നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാവേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. തിരുവെഴുത്തുകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന 3 കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 സ്ഥിരത, 2 ആശ്വാസം, 3 പ്രത്യാശ. ദൈവവചനം ഒത്തിരി കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. പല മേഖലകളിലും ദൈവവചനങ്ങൾ കേൾക്കുന്നുണ്ട്. പല മാധ്യമങ്ങളിലൂടെ ദൈവവചനങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ വചനം ദാഹം മനുഷ്യൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ വചനം, തിരുവെഴുത്തുകൾ, ദൈവവചന പഠനം, വിശുദ്ധ ഗ്രന്ഥം, അതിൻ്റെ വായന, ധ്യാനം ഒരു മനുഷ്യനിൽ 3 കാര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുമ്പോൾ ഇന്ന് കാണുന്ന ബൈബിൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെ ബൈബിൾ പ്രിന്റ് ചെയ്തുള്ള ഒരു പുസ്തകമായിരിക്കില്ല പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ച്. തിരുവെഴുത്തുകൾ പ്രധാനമായിട്ടും മോശയുടെ ഗ്രന്ഥങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളുമായിരുന്നു.
തിരുവെഴുത്തുകളിൽ നിന്ന് പൗലോസ് അപ്പോസ്തലന്റെ അന്നത്തെ ചരിത്ര പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ ഇന്ന് കാണുന്ന ബൈബിൾ തുന്നിക്കെട്ടിയ ബൈബിൾ ആയിരുന്നില്ല. ബൈബിൾ പൂർണ്ണമായ തിരുവെഴുത്ത് രൂപാന്തരപ്പെടുന്നത് 1-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ആ ബൈബിൾ പൂർണ്ണമായിട്ടും അത് ക്രമീകരിക്കപ്പെടുന്നത്. എന്നാൽ അന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകിച്ച് ആദിമസഭ കൂടി വരുമ്പോൾ മോശയുടെ ഗ്രന്ഥത്തിൽ നിന്നും പ്രവചനത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും കൂടുതലാണ് വായിച്ചു കണ്ടിരുന്നത്. പിന്നീടാണ് പൗലോസിന്റെ ലേഖനങ്ങളും സുവിശേഷത്തിന്റെ വായനകളെല്ലാം പിൽക്കാലത്താണ് കടന്നു വന്നത്. അപ്പോസ്തലന്മാർ കൂടി വരുമ്പോൾ പ്രധാനമായിട്ടും പ്രവചന ഗ്രന്ഥങ്ങളും സങ്കീർത്തനങ്ങളുമായിരുന്നു വായിച്ചിരുന്നത്. ഇവിടെ തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രവചന ഗ്രന്ഥങ്ങൾ തന്നെയാണ്. നമ്മളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ വേദപുസ്തകം തന്നെ ദൈവവചനം എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ആ വാക്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തിരുവെഴുത്തുകൾ, ഹോളി സ്ക്രിപ്ചർ, വിശുദ്ധ ഗ്രന്ഥം, ബൈബിൾ നമുക്ക് നൽകുന്നതായ ഒന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സ്ഥിരതയാണ്, സ്റ്റെബിലിറ്റി. സ്ഥിരത മനുഷ്യന് വളരെ ആവശ്യമായ ഒന്നാണ്. എടുക്കുന്ന തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകുക, മുന്നോട്ട് ഒരേ ചിന്തയോടെ പോകുക, സ്ഥിരതയോടെ ഓട്ടം, സ്ഥിരതയോടെ ഓടുക. ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരത വളരെ അനിവാര്യമായ ഒന്നാണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് സ്ഥിരത ഉണ്ടാകണം. ഒന്ന്, വിശ്വാസത്തിന്റെ സ്ഥിരത. വിശ്വാസം കുറെ കഴിയുമ്പോൾ ആളുകൾ ത്യജിക്കാറുണ്ട്, മറ്റു പല മേഖലകളിലേക്ക് മാറിപ്പോകാറുണ്ട്, നിന്നിരുന്ന വിശ്വാസം വ്യതിചലിച്ചു പോകാറുണ്ട്. അങ്ങനെ പല രീതിയിൽ മനുഷ്യർ ഡൈവേർട്ട് ചെയ്ത് പോകാറുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടാകുന്നതിന് ദൈവവചനം നമ്മളെ നിലനിർത്തുന്നു. സ്ഥിരതയോടെ ഓടുക, ആ വിശ്വാസം, ഏറ്റുപറഞ്ഞ വിശ്വാസം, നിൽക്കുന്ന സഭ, ക്രിസ്തു തുടങ്ങിയ അതിലുള്ള വിശ്വാസം, നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൽ മരണം വരെ സ്ഥിരതയോടെ നിൽക്കുവാൻ സാധിക്കുക. അതിന് വേദപുസ്തക പഠനം, തിരുവെഴുത്തുകൾ നമ്മെ സഹായിക്കും. ആഴമായി പഠനങ്ങളില്ല എങ്കിൽ വിശ്വാസത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടും. ആഴമായ പഠനങ്ങളുള്ളവർക്ക്, ബൈബിൾ ആഴത്തിൽ പഠിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഓരോ ദിവസവും ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സഭയെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ആ സ്ഥിരത ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുന്നവർക്കാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരത നിലനിൽക്കുകയുള്ളൂ. രണ്ടാമത്, നമ്മളുടെ തീരുമാനങ്ങളിൽ സ്ഥിരതയുണ്ടാകുക. ജീവിതത്തിൽ പാപത്തെ ഉപേക്ഷിച്ചവർ, ജീവിതത്തിൽ വെറിക്കുത്തുകൾ ഉപേക്ഷിച്ചവർ, തിന്മകൾ ഉപേക്ഷിച്ചവർ, അങ്ങനെ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് പോയ കാര്യങ്ങളിൽ സ്ഥിരതയോടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുക. മനസ്സാന്തരത്തിന്റെ പാതയിൽ സ്ഥിരതയോടെ പോകുക. ഒത്തിരി പ്രതികൂലങ്ങൾ നമുക്ക് നേരിടാൻ ഇടയുണ്ട്. എന്നാൽ സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങൾ കൊണ്ട് തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ നമുക്കിടയാകരുത്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായി തീരുമാനിച്ചു. നമ്മുടെ തീരുമാനം നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എടുത്തവരാണ്. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു. ഇത് വളരെ ചെറുപ്പത്തിൽ നമ്മളോ നമുക്ക് വേണ്ടിയോ നമ്മുടെ തലതൊട്ടപ്പനോ എടുക്കുന്ന ഒരു തീരുമാനം. ഈ തീരുമാനമാണ് നമ്മൾ സ്ഥിരതയോടെ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ മശിഹായെ സ്വീകരിച്ചു, സാത്താനെ ഉപേക്ഷിച്ചു. ഇതാണ് നമ്മൾ എടുത്ത ആദ്യത്തെ തീരുമാനം. അത് കുട്ടികളായിരിക്കും എടുക്കുന്ന തീരുമാനം. മുതിർന്നവർ ആ തീരുമാനത്തിൽ അവർ വളർത്തുവാനായി സഹായിക്കുന്നു. അങ്ങനെ മശിഹായോട് ചേർന്ന് മശിഹായ്ക്ക് വേണ്ടി ജീവിക്കുന്ന സ്ഥിരതയോടെയുള്ള ഓട്ടം ഓടുവാൻ സാധിക്കുക. രണ്ടാമത്തെ പ്രത്യേകത, തിരുവെഴുത്ത് നമുക്ക് നൽകുന്നത് ആശ്വാസമാണ്. വചനം, സുവിശേഷം, വചനഘോഷണം, വചന പാരായണം, ധ്യാനം തുടങ്ങിയത് നമുക്ക് നൽകുന്നത് ആശ്വാസമാണ്. ഒത്തിരി ജീവിതത്തിൽ തകർന്നവർക്ക്, മനം തകർന്നവർക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർക്ക്, നിരാശയുള്ളവർക്ക്, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക് വചനം ആഴത്തിൽ ആശ്വാസം നൽകും. അങ്ങനെ ഒത്തിരി പേർക്ക് ദൈവവചനം ആശ്വാസം നൽകിയിരുന്നു. 2007 അന്ന് തൃശ്ശൂർ ഭദ്രാസനത്തിലെ കൺവെൻഷൻ അവിടുത്തെ പട്ടിക്കാട് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടെ പ്രസംഗിക്കാനായിട്ട് പോയി. അന്ന് ഞാൻ പ്രസംഗിച്ച വാക്യം റോമാലേഖനം 8-ാം അധ്യായം 16 ആസ്പദമാക്കിയ അനീതിയുടെ അവയവങ്ങളാണ് നിങ്ങളുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കുക എന്നുള്ള
വചനത്തെ ആസ്പദമാക്കിയാണ് പ്രസംഗിച്ചത്. അന്ന് പ്രസംഗത്തിൻ്റെ അവസാനം ഒരു ചെറുപ്പക്കാരൻ സ്റ്റേജിലേക്ക് കയറി വന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഇന്നത്തെ വചനം എന്നെ ആഴത്തിൽ സ്പർശിച്ചു, എനിക്കൊരു ആശ്വാസമായി. ജീവിതത്തിൽ അനേകം പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ആ യുവാവിന് ഇന്നത്തെ വചനം എന്നെ ആഴത്തിൽ സ്പർശിച്ചു എന്ന് പറയുകയുണ്ടായി. വാത്സല്യമുള്ളവർ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ കൺവെൻഷൻ സംബന്ധിക്കുമ്പോൾ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിക്കട്ടെ, നിങ്ങൾക്കൊരു ആശ്വാസമാകട്ടെ. മൂന്നാമത് തിരുവെഴുത്തുണ്ടാകുന്ന പ്രത്യാശയാണ്. പ്രത്യാശ, പ്രതീക്ഷ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, യേശുക്രിസ്തുവാണ് പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ, പുതിയ തീരുമാനങ്ങൾ, പുതിയ ആശയങ്ങൾ, പുതിയ ചിന്താഗതികൾ, പുതിയ കാഴ്ചപ്പാടുകൾ, അതെല്ലാം രൂപപ്പെടുത്തുവാനായിട്ട് വചനം നമ്മളെ സാധിക്കും. നമ്മുടെ ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ് കുളമ്പാറയിൽ നടക്കുന്ന നിലവാ കൺവെൻഷൻ. ഹൈറേഞ്ചിൽ ചുമതലയായിരുന്ന കാലഘട്ടത്തിലെല്ലാം എല്ലാ ദിവസവും അവിടെ പോകുമായിരുന്നു. പകൽ ആണ് ആ യോഗങ്ങൾ നടക്കുന്നത്. അത് 3 നോമ്പിൻ്റെ 3 ദിവസം 10 മണി തൊട്ട് 3 മണി വരെ പകൽ യോഗമാണ്. 10,000 ആളുകൾ, ഒത്തിരി ആളുകൾ ദൂരയിൽ നിന്നും, തൃശ്ശൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ അവിടെ ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ അന്ന് പ്രസംഗിച്ച ആരാണ് ഞാൻ ഓർക്കുന്നില്ല. അന്ന് പ്രസംഗം കഴിഞ്ഞ് ഒരു മനുഷ്യൻ നമ്മുടെ എൽദോസച്ചനെ, കുറ്റപ്പാല എൽദോസച്ചനെ ഒരു പൊതി ഏൽപ്പിക്കുകയാണ്. ഒരു കടലാസിൽ പൊതിഞ്ഞ പൊതി, അതിൽ കുറച്ച് പൈസയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആത്മഹത്യക്ക് ആവശ്യമായ വിഷം വാങ്ങാനായിട്ട് വെച്ചിരുന്ന പൈസയാണ്. ഇന്നത്തെ കൺവെൻഷൻ, ഇന്നത്തെ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയായി. ഈ പൈസ ഞാൻ അച്ഛനെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതം അവസാനിക്കുന്നവർക്ക് വചനം പ്രത്യാശയാണ്. ഈ കൺവെൻഷൻ പന്തലിൽ 4-ാം വാക്യം തിരുവരി മുന്നോട്ട് പോകുവാൻ, ഉറച്ചു നിൽക്കുവാൻ, എടുത്ത തീരുമാനങ്ങളിൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓടുക. 2, നമുക്ക് ആശ്വാസം, ഒരു ആശ്വാസം, നമുക്ക് ഒരു കംഫർട്ട്, ഒരു സാന്ത്വനം നമുക്ക് വചനം നൽകുന്നു. 3, നമുക്ക് പ്രതീക്ഷ നൽകുന്നു. തകർന്ന ജീവിതങ്ങളെ അത് പ്രത്യാശയിലേക്ക് നയിക്കുവാൻ അത് നമ്മളെ സഹായിക്കട്ടെ. കൂട്ടായ്മ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗസ്ഥനുമായ ദൈവമേ, ഈ സന്ധ്യായാമത്ത് ഈ പരിശുദ്ധ ആലയത്തിന്റെ അങ്കണത്തിൽ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ, ദൈവമാതാവിന്റെ മധ്യസ്ഥയുടെ അരികിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർത്ത കൃപയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ വീടുകളിലേക്ക് പ്രകാശം അരുളി ചെയ്തതുപോലെ ഈ വചനം നിങ്ങൾക്ക് ശ്രദ്ധയും പ്രത്യാശയും പ്രതീക്ഷയും ഞങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ കാഴ്ചപ്പാടും നൽകുവാൻ തക്കവണ്ണം ഈ വചനം ഞങ്ങളുടെ മനസ്സുകൾ ക്രയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രസംഗിക്കുന്ന വചനങ്ങൾ 30 മറകളും 100 ഇരട്ടിയായി ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഹൃദയ വയറുകളെ വിശാലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, പ്രസംഗിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, കേൾക്കുന്നവരത്തെ കാത്തുകൊള്ളണമേ. പ്രകൃതിയെ അവർന്ന് അനുഗ്രഹിക്കണം. പ്രതികൂലങ്ങളും പ്രതിസന്ധിയുമായിരിക്കുന്ന ജനങ്ങളെയൊക്കെയും അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. വഴി നടത്തുന്ന കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും ചേർന്ന് വീണ്ടും ഒരു ഗാനം കൂടെ പാടിസ്തുതിക്കാം. പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ ആരംഭിക്കുന്ന ഗാനം, പത്രസഭയിലെ 8ാമത്തെ ഗാനം. ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് എസ് മാത്യു പോമയ്ക്കൽ ഇതിലേക്ക് വന്ന് ആ ക്യാഷ് അവാർഡ് പെൻഷൻ ഒരാളെ സ്പോൺസർ ചെയ്യും. ഇനി നമ്മളുടെ ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നു.
എല്ലാറ്റിനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്നിൽ നിക്ഷിപ്തമായി കൂടെ നമുക്ക് തിരുവനിയെ മടക്കി അയക്കാം. ഇപ്പോൾ മുഖ്യ മധ്യസ്മരപ്പുറം തിരുമനസ്സുകൊണ്ട് ദൈവം നമ്പരാൻ ഇടയാക്കിയത് ഓർത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, രാവിലെ ഇന്നലെ മുതൽ ഞാൻ ഇവിടെ ആരെങ്കിലും വിളിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ടവറുകളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും എല്ലാം 2 ദിവസമായിട്ട് നിശ്ചലമാണ്. ഇന്നലെ അവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള യാതൊരു വഴികളും ഉണ്ടായിരുന്നില്ല. എല്ലാ വഴികളും 4 വഴികളാണ് എനിക്ക് വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് വരാനായിട്ടുള്ളത്. ഈ 4 വഴിയും ഇന്നലെ ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നില്ല. 6ഓളം പാലങ്ങൾ ഇന്നലെ വെള്ളത്തിന്റെ ഇടയിലായിരുന്നു. എല്ലാ റോഡുകളും ഇന്നലെ ബ്ലോക്കായിരുന്നു. രാവിലെ ഞാൻ വിളിക്കുമ്പോഴും അച്ഛനോട് പറഞ്ഞത് വരാൻ കഴിയും എന്ന പ്രതീക്ഷയില്ല. രാവിലെ 10 മണി വരെ ഒരു പാലത്തിൽ വെള്ളം ഇറങ്ങിയിട്ടില്ല. ആ പാലം കടന്നു വേണം എനിക്ക് ഇങ്ങോട്ട് മറ്റു പാലങ്ങളിലേക്ക് കിടക്കാനും. എന്നാൽ രാവിലെ ഞാനൊരു ദേവാലയത്തിൽ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇപ്പൊ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത്, അച്ഛന് വേഗം പോയാൽ അത് അക്കരെ കിടക്കാം. ഇപ്പൊ പെയ്ത മഴയ്ക്ക് അടുത്ത വെള്ളം അതിന് മേലെ കൂടെ കവിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരല്പം കമ്മി പിടിച്ചിട്ട് വളരെ വേഗത്തിൽ പോന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ 5:30 എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. ഇനി ഏതായാലും വീട്ടിലേക്ക് തിരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ പാലത്തെക്കുറിച്ചുള്ള ആശങ്കയും ഇപ്പോൾ മനസ്സിലില്ല. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സേഫായിട്ടുണ്ട്, ഇനി നിങ്ങൾ സേഫായിരുന്നാൽ മതി. കാരണം കഴിഞ്ഞ 2 രാത്രികൾ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എൻ്റെ വീടിൻ്റെ മുൻവശം ഒരു വലിയ മലയാണ്, വീടിൻ്റെ പുറകുവശം ഒരു വലിയ മലയാണ്. വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഫോറസ്റ്റ് ബൗണ്ടറിയിലാണ്. കഴിഞ്ഞ വർഷം 8 എൻ്റെ വീടിൻ്റെ ചുറ്റും ഉരുളുപൊട്ടൽ ഉണ്ടായി. ഈ മിനിഞ്ഞാന്ന് രാത്രി ഒരു ചെറിയ ഉരുളുപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഭയത്തോടുകൂടെ ഞങ്ങൾ വിരങ്ങലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ദൈവം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമായി ഞാൻ നിങ്ങളും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. എത്രയോ പ്രിയപ്പെട്ടവരാണ് ലോകത്ത് ക്ലേശം അനുഭവിക്കുന്നത്. ഇന്നത്തെ മനോരമ പേപ്പറിന്റെ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എഡിഷനിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഫോട്ടോയിൽ അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് വളരെ വ്യക്തമാണ്. ജീവിതത്തിന്റെ സർവ്വം നഷ്ടപ്പെട്ടിട്ട് ഉടുതുണി മാത്രമല്ലാതെ ബാക്കിയെല്ലാം ഉടുത്ത തുണിയോടുകൂടെ വീട്ടിൽ നിന്നിറങ്ങി ഓടുമ്പോൾ ജീവിതത്തിന്റെ ഒരു കാലത്തെ സമ്പാദ്യങ്ങൾ മുഴുവൻ, ഇന്നലകളുടെ അധ്വാനം മുഴുവൻ ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ശ്രീല ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 40-ാമത് വാക്യം. നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ ആരോടുഗദാസരിൽ വാരണദീനം. വചനമെന്നാത്മാവിൽ ദാഹം തീർപ്പാൻ ആരോടുഗദാസരിൽ വാരണദീനം. നിറയുവാൻ ജനങ്ങൾ പകരുവാൻ തിരുശക്തിയ നിറയുവാൻ ജനങ്ങൾ കേൾക്കണേ പ്രാർത്ഥന. സഹോദരനായ ഞങ്ങളുടെ നല്ല ദൈവമേ,
സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ദിവസത്തിന്റെ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഈ രാത്രി നില വചനത്തിന് മുൻപിൽ അല്പസമയം ഞങ്ങൾ ചടതിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണം എന്ന് ഞങ്ങൾ തന്നോട് പ്രാർത്ഥിക്കുകയും ഈ 2019 കർത്താവേശുമായ നോമ്പിന്റെ ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി അവിടുത്തെ അമ്മയുടെ മധ്യസ്ഥതയായി കാതോർത്തിരിക്കുന്നത് ആ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് അനുഗ്രഹമായി പോലെ ഈ രാത്രി കർത്താവിന്റെ വചനത്തെ ജഡം ധരിക്കുവാൻ ഞങ്ങളെ നീ അനുവദിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയും ഈ രാത്രി സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന രാത്രിയായി മാറണമേ. ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്ന രാത്രിയായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ രാത്രി ഞങ്ങൾക്ക് അതിനെ ആരാധിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവേ, ദേശത്ത് ഭാരമനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഈ രാത്രി കർത്താവ് ആശ്വസിപ്പിക്കുന്ന കരവുമായി ദേശത്തിന് വിടുതലിന്റെ കരവുമായി കൂടെ അനുഗ്രഹിക്കുമാറാകണമേ. ആകാശത്തിന്മേൽ പ്രകൃതിമേൽ സകലത്തിന്മേലും അധികാരം ഓർക്കുന്ന കർത്താവ് ഈ രാത്രി വന്നതുപോലെ ആരുത്തരിന് വരുന്നത് കൊണ്ട് നിങ്ങളും ഒരു വിരുദ്ധത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശരിയാണ് സത്യം തിരിച്ചറിയണം, സത്യത്തെ കിട്ടമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഒരുക്കത്തിന്റെ മുന്നറിയിപ്പ്. ഈ പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഒരുക്കമുണ്ട് എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടമാണ്. 1999 ഡിസംബർ മാസമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ജീവിച്ച മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഒരു ആദി ഉണ്ടായി. കാരണം 2000 ലോകം അവസാനിക്കും, കർത്താവ് വരും എന്നൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടമാണത്. പല ആളുകളും ഇങ്ങനെ പറയുന്നു, കർത്താവ് സ്വർഗാരോഹണം ചെയ്യാൻ നേരത്തെ ഇങ്ങനെ കാണിച്ചിട്ടാണ് പോയത്. 2 എന്ന് കർത്താവ് 2 വിരൽ ഉയർത്തി കാണിച്ചതുകൊണ്ട് ദൈവത്തിന് പകരം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ 1000 സംവത്സരം ദൈവത്തിന് 1 ദിവസം പോലെ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കർത്താവ് ഇങ്ങനെ 2 എന്ന് പറഞ്ഞപ്പോൾ 2000 അതുകൊണ്ട് 2000 കർത്താവ് വരും. അവന് രണ്ടാമത്തെ വരവ് 2000 ചിന്തിച്ച് നമ്മളൊക്കെ 1999 ഡിസംബർ മാസത്തിൽ ഭയത്തോടെ ജീവിച്ചൊരു കാലഘട്ടമാണ്. ദൈവകൃപയാൽ 1999 നവംബർ മാസം 8-ാം തീയതിയാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അന്ന് ഞാൻ എന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി വെച്ച് കിട്ടുമ്പോൾ മല്ലിലും അലച്ചിലുമില്ലാതെ മുന്നോട്ട് പോകും. ഈ ദാമ്പത്യം 2 മാസത്തേക്കുള്ളത് എന്ന് ഞാൻ കരുതി കർത്താവിന്റെ മനോഹരമായി പറ്റിച്ചു. 19 വർഷമായിട്ട് ഞാനതിന് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുക. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചിന്തയുണ്ട്, എന്താണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്. പണ്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ദൈവദാസൻ ഒരു സ്റ്റേജിന്റെ മുകളിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കണം. ഇന്നത്തെ പോലെ സ്റ്റേജുകളൊന്നുമില്ല. ബെഞ്ചുകൾ കൂട്ടിയിട്ടിട്ട് ഒരു ബെഞ്ചിന്റെ മുകളിൽ അടുത്ത ബെഞ്ചിട്ട് അതിനെയൊക്കെ ഈ ചക്കരക്കയറ് കൊണ്ട് കൂട്ടി ബന്ധിച്ച് കെട്ടി അതിന്റെ മുകളിൽ നിന്നാണ് അന്ന് ഒരു ദൈവദാസൻ തീവ്രമായി പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ പ്രസംഗ വിഷയം ഇതാണ്, അവൻ വരാറായി, അവൻ വരാറായി എന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ തീവ്രമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ ബെഞ്ച് കിട്ടിയ കയറ് ഒന്ന് പൊട്ടിപ്പോയി. ബെഞ്ചും മൈക്കും എല്ലാം സഹിതം മുമ്പിലിരുന്ന ഒരു അമ്മച്ചിയുടെ മേത്തേക്ക് വീണപ്പോൾ അമ്മച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങി അമ്മച്ചി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവൻ വരാറായി വരാറായി എന്ന് പറഞ്ഞെങ്കിലും ഇത്ര വേഗം വരുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ പലരുടെയും മനസ്സിലൊരു ചിന്തയുണ്ട്, കർത്താവിന്റെ വരവ് എങ്ങനെ, എപ്പോൾ, എവിടെ എന്നൊക്കെ. അപ്പോസ്തലന്മാര് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നീ എപ്പോഴാണ് വരിക, നിന്റെ വരവ് എപ്പോഴാണ്, നീ രണ്ടാമത് വരുമെന്നൊക്കെ പറയുന്നത് ഇത് എപ്പോഴാണ് സംഭവിക്കപ്പെടുക. ക്രിസ്തു തന്റെ അപ്പോസ്തല ഗണത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. നീതി ലോകത്ത് നടക്കപ്പെടണമെന്നത് ദൈവത്തിന്റെ നിശ്ചയമാണ്. സ്വർഗീയ പിതാവിന്റെ നിശ്ചയമാണ് ഭൂമിയിൽ നീതി നടപ്പാക്കപ്പെടണമെന്നുള്ളത്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നീതി ലഭിക്കപ്പെടണമെങ്കിൽ ആ സംഭവം പിതാവും മാത്രമേ അറിയാവൂ. പുത്രനോട് പിതാവും ദൈവം 1 മണിക്കൂർ മുമ്പെങ്കിലും പറഞ്ഞു, നീ അടുത്ത മണിക്കൂറിൽ ഭൂമിയിലേക്ക് രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി പോകണമെന്ന് പറഞ്ഞെങ്കിൽ ആ സെക്കൻഡിൽ കർത്താവ് ലോകത്ത് ജീവിക്കുന്ന സകല ആളുകളോടും പറയും, അടുത്ത മണിക്കൂറിൽ ഞാൻ വരും, അതുകൊണ്ട് വേഗം ഒരുങ്ങിക്കോളാൻ കർത്താവ് പറയും. അതുകൊണ്ട് അത് പിതാവ് മാത്രമാണ് അറിയുക. ആ സെക്കൻഡിലാണ് പുത്രനോട് ആജ്ഞാപിക്കപ്പെടുക. അപ്പോൾ തന്നെ പുത്രൻ പുറപ്പെട്ട മതിയാകും. എങ്കിലും കർത്താവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അപ്പോസ്തലഗണത്തോട് പറഞ്ഞു, എന്റെ രണ്ടാമത്തെ വരവിന് മുൻപ് ഇങ്ങനെ 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 ചില സംഭവങ്ങൾ ലോകത്ത് നടക്കും, അപ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്റെ വരവ് ആസന്നമായി എന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്,
ഇവൻ വരും വരും എന്ന് പറഞ്ഞ് എല്ലാവരും കുറെ വർഷമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് രണ്ടാമത് വരും, പക്ഷെ ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. എല്ലാവരും പറയുന്നു ഇന്നില്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ കർത്താവ് വരും, ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ. കർത്താവ് വരും എന്നുള്ളതിന് എന്താണ് തെളിവ്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചന ചരിത്രത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പറയുന്ന പ്രവാചകന്മാരുടെ സാക്ഷ്യമാണ് യേശു ക്രിസ്തു വരും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ. കർത്താവിന്റെ ജനനത്തിന് 600 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാവ് ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അന്ന് ലോകത്തിന് അത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന പണ്ഡിതനായ ശിമിയോൻ വരെ വേദപുസ്തക വിവർത്തനം മതിയാക്കി എഴുന്നേറ്റ് കിടന്നുപോയതാണ്. എങ്ങനെയാണ് കന്യക ഗർഭം ധരിക്കുക, ഇത് അസംഭവ്യമായ സംഭവമാണെന്ന് പറഞ്ഞ് വേദപണ്ഡിതനായിരിക്കുന്ന ശിമിയോൻ വരെ വിവർത്തനം മതിയാക്കി എഴുന്നേറ്റ് കിടന്നുപോയതാണ്. ആ കാലഘട്ടത്തിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അവന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മീഖാ പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന് രക്ഷകനായിരിക്കുന്നവൻ ബേത്ലഹേമിൽ നിന്ന് തന്നെ പിറന്നു വീഴും. പ്രിയമുള്ളവരെ, കാലത്തികളിൽ ദൈവത്തിന്റെ ദൈവവചനത്തിന്റെ പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് കന്യകയുടെ ഉദരത്തിൽ നിന്ന് യേശു തമ്പുരാൻ ഉത്ഭൂതനായെങ്കിൽ അവർ ബേത്ലഹേമിൽ നിന്ന് ജനിച്ചെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പ്രവചിച്ചു വെച്ചത് അപ്പാടെ നിറവേറ്റപ്പെട്ടെങ്കിൽ ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അതേ പ്രവാചകന്മാർ എഴുതി വെച്ചത് നിവർത്തിതമായി മതിയാകും. ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ടവനായി ദാവീദ് വിളിച്ചു പറഞ്ഞു, ഈ ലോകത്തിൽ അഭിഷിക്തനായിരിക്കുന്നവൻ, അവന്റെ വസ്ത്രത്തിനായി അവർ ചീട്ടിട്ടു എന്ന് ദാവീദ് വിളിച്ചു പറഞ്ഞു. അവന്റെ അസ്ഥികളിലൊന്നും ഒടിയപ്പെട്ടില്ല എന്ന് ദാവീദ് വിളിച്ചു പറഞ്ഞത് കർത്താവിന്റെ കാലുവരുടെ കൊലക്കടത്തിൽ അന്വർത്ഥമായി തുടങ്ങി പ്രവാചകന്മാരാൽ ദൈവത്തിന്റെ വചനത്തിൽ നിഷ്കർഷിച്ചു വെച്ചിട്ടുള്ള സംഗതികളൊക്കെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിലും മരണത്തിലും കബറടക്കപ്പെടുന്ന അനുഭവങ്ങളിലും അവൻ ഉയർപ്പിലും സ്വർഗാരോഹണം വരെ പൂർത്തിയായെങ്കിൽ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടേ മതിയാകും. ദൈവത്തിന്റെ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞതാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കുമ്പോൾ അറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് വെളിപ്പാട് അക്ഷരം പ്രതി വ്യത്യാസമില്ല കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് അക്ഷരം പ്രതി ലോകത്ത് അങ്ങനെ തന്നെ നടക്കുമ്പോൾ മനുഷ്യനെന്ന് വമ്പ് പറയുന്നവനും മനുഷ്യനെന്ന് സ്വസ്നേഹിയും വീമ്പ് പറയുന്നവനുമായി തിരുവിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുക. നിർമാർഗത്തിന്റെ നടുവിലും അശുദ്ധിയുടെ നടുവിലും പാപത്തിന്റെ നടുവിലും ജീവിക്കുന്ന ഒരു തലമുറയെ കാണുമ്പോ ദൈവജനം മനസ്സിലാക്കണം, വചനത്തിന്റെ നിവൃത്തി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചു പറഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. അക്ഷരം പ്രതി തെറ്റാതെ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സന്ദേശമാണ് അവിടെ നൽകപ്പെടുക. വെളിപ്പാട് പുസ്തകം പറയുന്നു, അന്ത്യകാലഘട്ടത്തെ മനുഷ്യൻ സംഖ്യയിൽ അറിയപ്പെടുമെന്ന്. മനുഷ്യന്റെ പേരിന്റെ സ്ഥാനത്ത് സംഖ്യ വരുമെന്ന് ദൈവത്തിന്റെ വചനം മുന്നോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ സംഖ്യയിൽ അറിയപ്പെടുക എന്ന് ചിന്തിച്ചൊരു കാലഘട്ടമുണ്ട്. 2010 ഭാരതത്തിന്റെ ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത്. ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. അന്ന് താല്പര്യമുള്ളവരെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗവൺമെന്റ് ഈ ലോകത്തോട് രാജ്യത്തോട് വിളിച്ചു പറയുന്നത്, ആശുപത്രി വിട്ടൊരു കുഞ്ഞു പുറത്തേക്ക് വരണമെങ്കിൽ ആധാർ കാർഡ് വേണം. കുറച്ചു കഴിയുമ്പോൾ പറയും, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ആധാർ കാർഡ് വേണം, അത് നിർബന്ധമാണ്. ഈ ലോകത്ത് ജനിക്കുന്ന, നമ്മുടെ രാജ്യത്ത് ജനിക്കുന്ന ഓരോ പൗരനും ആധാർ കാർഡുമായിട്ടാണ് പിറന്നു വീഴുക. ഈ ആധാർ കാർഡിന്റെ രൂപം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് അക്ഷരത്തെക്കാളുപരി പേരിനേക്കാളുപരി അതിൽ പ്രാധാന്യം എന്ന് പറയുന്നത് അതിലുള്ള അക്കങ്ങളാണ്. മനുഷ്യൻ സംഖ്യയിലാണ് അറിയപ്പെടുക. എന്റെ പേരിൽ ഒരുപാട് പേരുണ്ട്, പക്ഷേ എന്റെ കയ്യിലുള്ള ആധാർ കാർഡിൽ എനിക്കൊരു നമ്പറുണ്ട്. ആ നമ്പറിൽ ഞാൻ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തി അവിടെ സംഭവിക്കപ്പെട്ടു കഴിയുക. മനുഷ്യ, നീ അക്കങ്ങളിൽ അക്ഷരങ്ങളിലല്ല, നീ ആ അക്കങ്ങളിൽ അറിയപ്പെടുമെന്ന്, സംഖ്യയിൽ അറിയപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെടുമ്പോ ദൈവത്തിനെ മനസ്സിലാക്കണം, കർത്താവിന്റെ വരവ് സംഭവമായി തീർന്നേ മതിയാകൂ എന്ന്. 666 മുദ്രയിൽ കാത്തവൻ വാങ്ങാനോ വിൽക്കാനോ അധികാരമുണ്ടായിരിക്കില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഞാനൊന്നും ജീവനുണ്ടെങ്കിൽ 666 ഏൽക്കില്ല. പക്ഷെ ഞാൻ നിങ്ങളും ഇന്ന് അറിഞ്ഞും അറിയാതെയും ഏറ്റുകൊണ്ടിരിക്കുന്ന മുദ്രയാണ് 666 എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനത്തിന്റെ ആ പേരിന്റെ അർത്ഥം തന്നെ 666 എന്നാണ്.
ജിയോമാട്രിയ എന്ന് പറയുന്ന മാത്സിലെ ഒരു ശാസ്ത്രം തന്നെയുണ്ട്. അതിനകത്ത് ABCD എന്ന അക്ഷരമാലകൾ എഴുതിയിട്ട് എക്ക് 6 കൊടുത്തിട്ട് ബിക്ക് 6ന്റെ ഗുണിതമായ 12 കൊടുത്ത് അങ്ങനെ 6ന്റെ ഗുണിതങ്ങൾ ചേർത്ത് ഓരോ അക്ഷരത്തിനും സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടർ എന്ന പദം എഴുതിയിട്ട് അതിന്റെ ഓരോ അക്ഷരങ്ങളുടെ സംഖ്യ എഴുതി കൂട്ടി നോക്കുക. അതിൽ ഏറ്റവും അവസാനം കിട്ടുന്നത് 666 എന്നാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം തന്നെ 666. ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അത് വിൽപ്പനയ്ക്കും വാങ്ങലിനും എല്ലാം ഇത് കമ്പ്യൂട്ടറും ഉപയോഗിക്കപ്പെടും. www.com എന്ന് പറയുന്നത് വാവെന്ന് പറയുന്നെങ്കിൽ www.com എന്ന് പറഞ്ഞാൽ കൊള്ളട്ടെ എന്ന് ഈ ലോകത്തെ കുറിച്ച് കാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനം രേഖപ്പെടുമെന്ന് ഒരു സംശയം കൊന്നു നാം ഉയർത്തിട്ട് നിൽക്കും. താവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ അവയ്ക്ക് നിങ്ങളെ ചെറുക്കാനായിട്ടുമെന്ന് പറഞ്ഞവൻ വാക്കുമാറാത്ത കർത്താവാണെങ്കിൽ ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വാക്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറിയത്തിന് ലഭിക്കും. പരിശുദ്ധാത്മാവ് കന്യക മറിയത്തോട് പറഞ്ഞതാ. ആ ക്ഷണം കന്യക മറിയം ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ടവളായി അവൾ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ ജനിപ്പിക്കുന്നവളായി തീരുന്നെങ്കിൽ അതേ മാലാഖമാർ തന്നെ ആട്ടിടയന്മാരോടും അവൻ പോയതുപോലെ ഉള്ളവരെ ഇത് സഭയുടെ പരമെന്ന് പറയുന്നത് സഭയുടെ അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കുമെന്ന് പറഞ്ഞു. അവൻ കാസയെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തിട്ട് അവരുടെ ദൃശ്യത്തിൽ ബലിയർപ്പിക്കപ്പെടുന്നത് ഓരോ ആരാധനയിൽ ഓരോന്നും ഒരു രാജാവുണ്ടെന്ന് കൊട്ടുതിരിഞ്ഞാലേ ദൈവം പ്രാർത്ഥന കേൾക്കുകന്മാർ യാത്രാവിന്റെ വരവിനെ കാത്തിരുന്നത് കൊണ്ട് അവന്റെ വരവിന് വേണ്ടി മാറ്റുള്ളാറായോ എന്നറിയാൻ അവരാ ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലെ ഒരു വായിലിൽ ഒരുമിച്ചായിരിക്കും. ഒരു തെരുസരൊക്കെ അന്വേഷിച്ചു. അവള് കാണാനില്ല. ചിലര് പറഞ്ഞു എന്റെ അമ്മയെ കാണാനില്ല. അച്ഛനെ വേദപുസ്തകം ശുഭിക്കപ്പെടേണ്ടത് ഇതിൽ എത്ര പേർ എടുക്കപ്പെടും, എത്ര പേർ തള്ളപ്പെടുമെന്നാണ്. ദൈവത്തിന് വചനം ആഴമായി നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. എങ്ങനെയാണ് ഞാൻ നിങ്ങളും ഒരുങ്ങേണ്ടത്? 3 ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ശുദ്ധിയുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവിന്റെ വ്യവസ്ഥയിൽ യോഹന്നാന്റെ ദർശനം കാണുകയാണ്. ദൈവത്തിന്റെ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ ഒരു കൂട്ടത്തെ കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന ഒരു മൂപ്പൻ യോഹന്നാനോട് ചോദിച്ചൊരു ചോദ്യം, ഈ കൂട്ടം ഏതെന്ന് നിനക്കറിയാമോ? യോഹന്നാൻ ആ മൂപ്പനോട് പറഞ്ഞു, അവിടത്തേക്ക് അറിയാമല്ലോ എന്ന്. എന്നാൽ ആ മൂപ്പൻ യോഹന്നാനോട് പറഞ്ഞ മറുപടിപ്പെടുത്തുന്ന രാജ്യവും ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച, ആ മനോഹരമായ കാഴ്ച കൺകുളിർക്ക് കണ്ടിട്ടാണ് യോഹന്നാൻ ചോദിക്കുക, അവരാരെത്രയാകുന്നു? അത് ദൈവത്തിന് ഇറക്കി വയ്ക്കപ്പെടുമ്പോ അവന്റെ കുർബാനയെ ഭവിക്കാനായിട്ട് കൊണ്ടുവരാറുണ്ട്. ഈ അങ്കിയിൽ വീണിട്ട് പ്രാപിക്കപ്പെടുന്ന ദൈവജനിക്കുടമസ്ഥൻ വിരുന്നുകാരൻ ധരിക്കാത്തവന് വഴിയിൽ നിന്നുള്ളവനായി കല്യാണ വസ്ത്രം ധരിക്കാതെ നുഴഞ്ഞതിനും പരിശോധിക്കപ്പെടണം. വിശ്വസിക്കാത്തവരായി ആരെങ്കിലും സ്ത്രീയനുസരുടെ ബലിയിലും ഉപേക്ഷണത്തിലും കൂടെ പരിഹാരമുണ്ടാകും. പ്രിയമുള്ളവരെ, ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ എന്റെ പാപങ്ങൾ സ്വയം ഏറ്റു പറയുന്നവനാണ്. സഭ ഇങ്ങനെ എന്ന് പഠിപ്പിക്കുകയാ. കെട്ടാനും ഒഴിക്കാനും അധികാരമുള്ള പൗരോഹിത്യത്തിന് മുൻപിൽ ജീവിതത്തിന്റെ പാപം യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാൻ കുറിച്ചു. ഈ ഭൂമിയുടെ വരപ്പിൽ പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോ ഒരു കുഷ്ഠരോഗി അവന്റെ എടുക്കണമെന്ന് സൗഖ്യം മരണത്തിലുള്ള മുറകൾ അവന് ചെയ്യണം. ദേവാലയത്തിൽ അവന് പുരോഹിതനെ തന്നെ കാണിക്കണം. പുരോഹിതൻ ശുദ്ധിക്കായുള്ള ക്രമീകരണങ്ങൾ അവന് നിഷ്കർഷായിരിക്കുന്നവൻ ഭൂമിയിൽ വന്നിട്ട് ശുദ്ധീകരണത്തിന് ആവശ്യമായുള്ളത് ചെയ്യും. ഈ കർത്താവിന് സഭയ്ക്ക് കൊടുത്തത് നിന്നെ നിർമ്മലനാക്കാൻ അത് രക്തമാണ്. പ്രിയമുള്ള ആ കർത്താവിന്റെ രക്തമായിരുന്നത് നിങ്ങളും ശുദ്ധീകരണം പ്രാപിക്കുന്നത്. രാത്രി ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്? പുസ്തകം പറയുന്ന വിശുദ്ധനെയും തന്നെ ശുദ്ധീകരിക്കട്ടെ. ഞാൻ ഒരിക്കലും വിശുദ്ധനായതാ, അതുകൊണ്ട് ഇനി എനിക്കൊരു വിശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ ജീവിച്ച് സ്വർഗത്തിൽ പോകുമെന്ന് ആർക്കെങ്കിലും കരുതലുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുക, വിശുദ്ധനെയും തന്നെ ശുദ്ധീകരിക്കട്ടെ. ഈ രാത്രി ദൈവത്തിന്റെ വചനം മറന്നുപെടുത്തുകയാണ്. ശുദ്ധീകരണം ജീവിതത്തിൽ നടക്കട്ടെ. സമയം
സമയപരിധി ഞാൻ ആ ഭാഗം എടുത്ത് 2 ദൈവത്തിന് പകരം നമുക്ക് നൽകുന്ന സന്ദേശം ശുദ്ധിയുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ അവരോട് ഇങ്ങനെ പറഞ്ഞു. ഒരു കല്യാണത്തിനായി കാത്തിരിക്കുന്ന, മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമയാണ് കർത്താവ് പറഞ്ഞത്. എങ്ങനെയാണ് പറയുക? അർദ്ധരാത്രി വിളക്കിൽ എണ്ണ ഇല്ല, ഞാൻ പുറപ്പെടുമ്പോ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ പറഞ്ഞു, നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരിക. എന്നാൽ അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ അടുക്കൽ വാങ്ങാനായിട്ട് പോയി. അവര് മുട്ടി വിളിച്ചു, മണവാള, ഞങ്ങൾ നിന്നെ കാത്തിരുന്നതാ. ഒരുപാട് കയ്യടിയും പ്രാർത്ഥനയും, ഒരുപാട് ഹാലലുയായി, ഒരുപാട് സ്തോത്രവും സൂത്രവും ഒക്കെയായി ഞങ്ങളിൽ നിന്ന് നോക്കിയിരുന്നതാ. പക്ഷെ ഒരല്പം തെറ്റ് ഞങ്ങൾക്ക് പറ്റിപ്പോയി. വിളക്കിലെ എണ്ണ അല്പം കുറഞ്ഞുപോയി, ഞങ്ങളെ കൂടെ കയറ്റ്. പക്ഷേ മണവാളൻ പറഞ്ഞ ഒറ്റ മറുപടിയുള്ളൂ, പോകുക, വിളക്കിൽ എണ്ണ കരുതി വെക്കണം, വിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ കരുതലുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനുണ്ട്. ഞങ്ങളെ പള്ളി ഭവന സന്ദർശനത്തിന് ചെല്ലുമ്പോ ചില ചേട്ടന്മാരോട് ചോദിക്കും, ചേട്ടാ പള്ളിയൊന്നും കാണാറില്ലല്ലോ. ഒറ്റ യോഗത്തിലും ചേട്ടനെ കാണാറില്ല. ജീവിക്കുന്നത് പള്ളിയിൽ അവൾ എപ്പോഴും ഉണ്ടല്ലോ, മക്കളുമുണ്ടല്ലോ, അതുകൊണ്ട് ഒരിക്കലും സ്വർഗത്തിന് പ്രവേശനമുണ്ടെന്ന്. നിന്റെ ഭാര്യയുടെ കയ്യിൽ എണ്ണയുള്ളത് കൊണ്ട് നീ സ്വർഗത്തിൽ പോയി പരിശുദ്ധാത്മാവ് വേണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ തന്നെ പറയുക, യേശു ക്രിസ്തു എന്ന് വിളിച്ചു പറയണമെങ്കിൽ യേശു ദൈവമെന്ന് ആത്മാവ്. ഇനി നമുക്ക് ഈ ആത്മ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അതിന് പകരം പാമ്പിനെ കൊടുക്കാറില്ല, ആത്മാവിനെ നിനക്ക് നൽകാതിരിക്കും. വേണ്ടത് 2 ലക്ഷം രൂപയാണ്, അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥനയിലാണ്, എനിക്ക് 2 ലക്ഷം രൂപ മതി, പരിശുദ്ധാത്മാവ് വേണ്ട. ഈ വിദ്യായവനെ ചുമന്നുകൊണ്ട് മനസ്സിലാക്കിയില്ല. ദൈവത്തിന്റെ തിരുവചനം താഴെ പറയുന്നത് എങ്ങനെയാണ്? ആത്മാവോടുകൂടെ അവൻ സകലത് നിനക്ക് നൽകത്തില്ലയോ? ആത്മാവിനോടുകൂടെ സകലത് നൽകാമെന്ന് തമ്പുരാൻ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് സകലത്തെയും പൂർത്തിയാക്കുന്നവനാണ്. ആ ആത്മാവ് ജീവിതത്തിലുണ്ടെങ്കിൽ, സർവസമ്പന്നനായി പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ പിന്നെ കുറവുകളില്ല, നിന്റെ ജീവിതത്തിൽ ബലഹീനതകളില്ല, നിന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവിനെ നയിക്കുമെന്ന് ദൈവത്തിന് പകരം വാഗ്ദത്തം ചെയ്യുമ്പോ നമുക്ക് ഇനി ആത്മാവിനെ വേണ്ട. നമ്മൾ എന്തിനാ പള്ളിയിൽ പോകുക? പള്ളി പോയി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുള്ളൂ. മക്കൾക്ക് ജോലി വേണം, കുടുംബത്തെ സമാധാനമുണ്ടാകണം, ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പങ്കുവെക്കാനായിട്ടുണ്ട്. സുറിയാനിക്കാരൻ പ്രാർത്ഥന വരെ തെറ്റിച്ചതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ എന്ന് അനുഗ്രഹം ചെയ്യണമെന്ന് പറയുമ്പോൾ, ഞാൻ ബലമില്ലാത്തവൻ, ഈ ശരീരത്തിൽ മരണത്തിൽ നിന്നിക്ക് കരുണ വേണമേ എന്ന് പ്രതി ജീവിതത്തിൽ ഈശ്വരമെന്ന് മരിക്കാനും മരിക്കട്ടെ. 28-ാമത്തെ വയസ്സിൽ ഒത്തിരി നാളൊന്നും അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. നമുക്കിട്ട് ഈ ലോകത്ത് നമുക്ക് അധികം കടഭാരങ്ങളുടെ നടുവിലും ഭയമാവിനെയാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ചോദിച്ചു. കത്തോലിക്ക ദേവാലയമാണ്, അതേപോലെ ഒത്തിരി നിർമ്മാണം ഏറ്റെടുത്ത് അതിന്റെ കോൺട്രാക്ടറായി ഈ നിർമ്മാണ പ്രക്രിയ നടത്തുന്നവനാണ്. അവനത് ശബരിമലയ്ക്ക് അവൻ മാലയിട്ടിരിക്കുന്ന സമയമാണ്. ഒരു സുരേനെ വിളിച്ചിട്ട് സുരേനോട് പറഞ്ഞ, അച്ഛാ പറ്റുമെങ്കിൽ രാത്രി തന്നെ എന്റെ വീട്ടിൽ നിങ്ങൾ വരണം, ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ സത്യത്തിൽ രാവിലെ വരാം. അല്ല, അവൻ പറഞ്ഞത് രാവിലെ പള്ളിയിൽ വെച്ച് ഇവനെ വീണ്ടും കണ്ടപ്പോൾ അവൻ കൂടി ചോദിച്ചു, അച്ഛൻ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്, അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ അവനോട് അവിടെ വെച്ച് ചോദിച്ചു, എന്തിനാണ് ഞാൻ നിന്റെ വീട്ടിൽ വരേണ്ടത്? അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ, അച്ഛൻ ഇത് വന്നു കണ്ടാലും മനസ്സിലാവുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ അവന്റെ കൂടെ അവന്റെ വീട്ടിൽ കയറി. അവന്റെ ഒരു മുറിക്കകത്തേക്ക് അവനെ നയിച്ചു. രാജ്യമ്മ എന്നാണ് അതിന്റെ പേര്. 46 വയസ്സുള്ളൊരു സ്ത്രീ, ഒരു എല്ലും തോലുമായിരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ. ഞാൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ 1000 സൂര്യന്റെ പ്രഭ ആ മുഖത്തു നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സ്ത്രീയുടെ കൈകളെ നോക്കിയപ്പോൾ ഒരു കയ്യിൽ കൊന്തയും ഒരു കയ്യിൽ തുറന്ന വേദപുസ്തകമാണ്. ഈ സുരേനോട് പറഞ്ഞ എന്റെ ചെറിയമ്മയാണ്, അമ്മയുടെ അരിയെത്തിയാണ്. വായിൽ നിറവിടുന്നത് സ്തോത്രവും ഹല്ലേലൂയയും മാത്രമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആ സ്ത്രീയുടെ മുൻപിൽ നിന്നു. ആ സ്ത്രീയുടെ മൂക്കിൽ നിന്ന് 2 മൂക്കിൽ നിന്നും 2 ട്യൂബുകൾ 2 ഓക്സിജൻ ശ്വസിക്കുന്നതായ ഒരു പാവപ്പെട്ട സ്ത്രീ. അവളെ കുറിച്ച് പറഞ്ഞത് ശ്വാസകോശം ദ്രവിച്ചു തുറന്നിട്ട് കഠിനമായ വേദനയാണ്. അവനോട് പറഞ്ഞ 6 മാസമായി ചെറിയമ്മ കിടക്കാറില്ല. കിടന്ന ശ്വാസം കൊണ്ട് അസഹനീയമായി വേദന കൂടും, പെടഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ ചാരിയിരിക്കും. ഈ ഇരിപ്പിങ്ങനെ ഇരിക്കുക. ഈ ഓക്സിജൻ സിലിണ്ടറിൽ നിന്നുള്ള ഓക്സിജൻ എപ്പോഴെങ്കിലും നിറച്ചാൽ ആ ക്ഷണം ഈ പ്രിയപ്പെട്ടവർ ലോകത്തൊരു യാത്ര പറയുന്നു. പ്രിയമുള്ളവർ, അത്ര കഠിന വേദന തിന്നുന്ന
ഒരു പ്രിയപ്പെട്ട സഹോദരി, ആ സ്ത്രീയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രം ഹല്ലേലൂയായി മുഖത്തായിരം സൂര്യന്റെ പ്രഭയാണ്. എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ അടുത്ത വാക്യം പറയാൻ തുടങ്ങിയപ്പോൾ അത് പൂർത്തീകരിച്ചു. എനിക്ക് മനസ്സിലായി രാജമ്മയോട് സുവിശേഷം പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഞാൻ വേദപുസ്തകമൊക്കെ മടക്കി ഇങ്ങനെ അവളോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഈ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ യാത്രയായി, എന്റെ സ്വർഗീയ യാത്രയിലെ മണവാളൻ യേശുവിന്റെ അടുക്കലേക്കുള്ള യാത്രയുടെ സമയമായി. അതിനുമ്പ് ഒരു പുരോഹിതന്റെ കൈവെപ്പ് പ്രാർത്ഥന ലഭിക്കണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അത് സഹോദരി വേദന സഹിക്കാൻ ദൈവം കൃപ തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ എന്റെ കണ്ണുകൾ പറഞ്ഞു. ഈ പ്രിയപ്പെട്ടവരുടെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഞാൻ കരയുമ്പോ രാജമ്മയോട് പറഞ്ഞത്, ഞാൻ ഇന്നുവരെ കരഞ്ഞിട്ടില്ല, അച്ഛൻ കരയരുത്. ഞാൻ ആ പ്രിയപ്പെട്ടവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ചേച്ചിക്ക് ഇങ്ങനെ ഈ വേദനയുടെ നടുവിൽ കരയാതിരിക്കാൻ കഴിയുക? മുറിയിൽ വെച്ചിട്ടുള്ള അലമാരിയിൽ വെച്ചിട്ടുള്ള ക്രൂശ് രൂപത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് രാജമ്മ പറഞ്ഞ, ആ കിടക്കുന്ന നസ്രായ യേശുവില്ലേ, ആ യേശു എനിക്ക് വേണ്ടി സഹിച്ച വേദനയുടെ 100% ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനയില്ലെങ്കിൽ എന്തിനച്ഛൻ ഞാൻ കരയുന്നത്? എന്റെ ഒരുമനാഥൻ എന്റെ ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ച വേദനയുടെ 100% എന്റെ ശരീരത്തിന്റെ വേദന. പ്രിയമുള്ളവരോട് വാവിട്ട് കരയുകയല്ല, ആർത്തട്ടഹസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ചിരിക്കുന്ന മുഖത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ്. എന്റെ കൈകൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, 15 വർഷമായി ഞാൻ അച്ഛനായിട്ട് എന്റെ സഭയിൽ എന്റെ കുഞ്ഞാടുകളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വിശുദ്ധ ബലിയർപ്പിക്കുന്ന എന്റെ ജീവിതത്തിൽ ഇത്ര വലിയ വിശ്വാസമില്ല. ഞാൻ അവളുടെ മുമ്പിൽ ധൈര്യപ്പെട്ടവനെ പോലെ നിൽക്കുമ്പോ പ്രിയമുള്ളവരെ, അവരുടെ വിശ്വാസത്തിന്റെ ആഴം എനിക്ക് മനസ്സിലായി. അവൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്: എന്നെ ആശ്വസിപ്പിക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. എന്നെ ആശ്വസിപ്പിക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. ഈ രാത്രി ദൈവത്തിക്കും നിനക്കും വേണ്ടത് ലോകത്തിലെ അനുഗ്രഹങ്ങളല്ല, എനിക്കും നിനക്കും വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, പരിശുദ്ധാത്മാവാണ്. ശ്രീ എലിസബയുടെ മക്കൾ പ്രാപിച്ചതുപോലെ ലോകത്തിൽ ആരും അത് പ്രാപിച്ചിട്ടില്ല. പരിശുദ്ധ മാമോദീസായുടെ റോഷ്മയുടെ അനുഭവത്തിൽ കൂടെ പരിശുദ്ധ മേരോനാൽ മുദ്രകുത്തപ്പെട്ട സഭയുടെ മക്കൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ആ ആത്മാവിന്റെ അനുഭവം ഉള്ളത്തിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടട്ടെ. എന്താണ് ആത്മാവിന്റെ ലക്ഷണം എന്ന് പറയുന്നത്? എന്റെ ബന്ധുവസുകാർ പറയുന്ന പോലെ ദുണ്ടനതീടാ ദൗടനതുണ്ടാ ദൗടനതുണ്ടാ എന്ന് പറയുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഞാനൊരു സന്ദേശം കണ്ടു. 1.5 വയസ്സോളം പ്രായമുള്ള ഒരു കൊച്ചുകിടക്കൻ, ഒരു വേദപുസ്തകം നിവർത്തിപ്പിടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല അവന്. അതും താങ്ങിപ്പിടിച്ചുകൊണ്ട് അവൻ 1.5 പ്രസംഗം നടത്തുക. അവന് പ്രസംഗം വാക്കുകളൊന്നും തിരിയുന്നില്ല, പക്ഷെ നല്ല ശൈലിയുണ്ട് അവന്. വലിയൊരു പ്രാസംഗനാകുമെന്ന് എനിക്ക് അവനെ കുറിച്ച് നല്ല തോന്നലുണ്ടായിപ്പോയി. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ 1.5 വയസ്സുകാരൻ അവൻ അതിനിടയ്ക്കും പറയുന്നുണ്ട് ദുണ്ടലതുണ്ട ദൗടലതുണ്ട ഇല്ലെങ്കിൽ ദൈവാത്മാവിൽ നിന്ന് ചിന്തിക്കുന്നവരാണ് ചില ആളുകള്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭാഷാവരം നിന്ന് പോകുന്നു, ഭാഷാവരൊക്കെ നിന്ന് പോകും. ഭാഷാവരത്തിലൊന്നുമല്ല പരിശുദ്ധാത്മാവിന്റെ ശുദ്ധി എന്ന് പറയുക. എവിടെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുക? ദൈവത്തിന്റെ തിരുവചനം പറയുക, ഗ്രാത്രകരത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ദീർഘക്ഷമ എന്നിങ്ങനെ 9 ഫലങ്ങൾ ദൈവത്തിന് വചനം രേഖപ്പെടുത്തി. ഇത് 9 ഉണ്ടെങ്കിൽ നീ ആരിൽ നിറയപ്പെട്ടവനാണ്? പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനാണ്. സഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവിന് കൊടുത്തതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോ മണവാട്ടിയുടെ പുറയിൽ നിന്ന് മണവാളൻ താലി കെട്ടിക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. ഭാരത സംസ്കാരത്തിൽ നടന്നെടുത്തതാണെങ്കിലും ഈ താലിക്ക് നമ്മൾ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട്. താലിയുടെ രൂപം നമുക്കറിയാം. അതിന് കൊടുത്തൽ നിവർത്തിപ്പിടിച്ചത് തീനാളമാണ്. സഹീർമാറിയിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്ന് പറയപ്പെടുന്നത് പോലെ ഈ അഗ്നിനാവായി പരിശുദ്ധിയുടെ കഴുത്തിൽ പരിശുദ്ധാത്മാവിന് കെട്ടിക്കൊടുക്കുക. നീ ആത്മാവിൽ നിറയപ്പെട്ടവളായി തീരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ താലിക്കൊരു രൂപമുണ്ട്. താലിയുടെ ഉള്ളിൽ 12 മുത്തുകളുണ്ട്. അതിന്റെ കൊളുത്തിലാണ് 3 മുത്തുകൾ. അത് പിതാവുപുത്ര പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതിന്റെ ആ തീനാളത്തിലുള്ള 9 മുത്തുകൾ കുരിശാകൃതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്.
ഈ താലി കഴുത്തിൽ കയറിയ ആ താലി കഴുത്തിൽ കയറിയതിൽ താലി നെഞ്ചോടടക്കി പിടിച്ച സ്ത്രീ തന്റെ മണവാളന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ വലതുകാല് വെച്ചോ ഇടതുകാല് വെച്ചോ രണ്ടുകാല് വെച്ചോ എങ്ങനെ വേണത് കയറിക്കോട്ടെ. ഇന്ന് ആളുകൾ വലതുകാല് വെച്ച് കയറണം നോക്കി നിൽക്കുക. അവിടെ ഏത് കാല് വെച്ചാൽ കയറി, ഇത് വലതുകാലാണോ ഇടതുകാലാണോ? ചില പെൺപിള്ളേർക്ക് വീട്ടിൽ ചെന്ന വലതുകാല ഏതാ ഇടതുകാല ഏതാ സംശയം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു മണി രണ്ടു കാലം വെച്ചാൽ കയറിക്കോ, ചാടിയും കയറിക്കൊരു കുഴപ്പമില്ല. നീ ഏത് കാല് വെച്ച് വേണേലും കയറിക്കോ. പക്ഷെ നിന്റെ വീട്ടിൽ നീ പ്രകടിപ്പിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവേ സ്നേഹം, സൗമ്യത. ഇതെന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? പ്രിയമുള്ളവരെ, ഇതൊന്നുമില്ലെങ്കിൽ നീ ആരല്ല? പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനല്ലേ? ഈ രാത്രി ദൈവത്തിന്റെ വചനം പറയും, ആത്മാവിൽ നിറയപ്പെടട്ടെ. ആത്മാവിൽ നിറയപ്പെടുന്നവനാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശിയായി മാറുക. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ നീതിയിലും സത്യത്തിലും ഇങ്ങനെ വഴി നടത്തുന്ന ആത്മാവാണ്. സമയം തീരുകയാണ്, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത് ഒരുക്കമെന്ന് പറയുന്നത് ശുദ്ധിയുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35-37 വാക്യങ്ങൾ വളരെ വ്യക്തമായി കർത്താവ് ഉപമയിൽ കൂടെ വിളിച്ചു പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാനായിട്ട് ഒരുത്തരങ്ങനാക്കി വെച്ചു. അവൻ യജമാനൻ വൈകുമെന്ന് പറഞ്ഞ് തിന്നുകുടിച്ച് കിടന്നുറങ്ങുന്നവനാണെങ്കിൽ അവൻ യജമാനൻ വരുമ്പോൾ പുറത്തു തള്ളപ്പെടും. എന്നാൽ യജമാനൻ വരുമ്പോൾ ഉണർവുള്ളവനായി കാണപ്പെടുന്നവൻ ഭാഗ്യവാനാണ്. എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാ, അവന്റെ മുന്തിരിത്തോപ്പുറമുള്ളവരായി ഒരുങ്ങിയിരിക്കട്ടെ. നമ്മളൊക്കെ കർത്താവിന്റെ മുന്തിരിത്തോപ്പുരം, അതിന്റെ ഫലമൊഴികെ ബാക്കിയൊക്കെ നിനക്ക് തിന്നാം, എല്ലാം അനുഭവിക്കാം. ഇഷ്ടംപോലെ സമൃദ്ധിയുണ്ട് അതിന്റെ പ്രതീക്ഷ. ഇത് അനുഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, നീ തോട്ടത്തിൽ വേല ചെയ്യണം. രണ്ട്, നീ തോട്ടത്തെ കാക്കണം. തോട്ടത്തെ വേല ചെയ്യണം, തോട്ടത്തെ കാക്കണം. രണ്ട് കാര്യങ്ങൾ ചെയ്താലാണ് അവകാശമായി നിനക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് മനസ്സില്ല, പക്ഷെ നമുക്കിതൊക്കെ അങ്ങ് അനുഭവിക്കുകയും വേണം. സഭ നൽകുന്ന എല്ലാ അവകാശങ്ങളും അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ രണ്ട് കാര്യങ്ങൾ ചെയ്യില്ല. ഒന്ന്, ഈ സഭയിൽ വേല ചെയ്യണം. രണ്ട്, സഭയിലെ വിശ്വാസത്തെ കാക്കണം. ഈ കാലഘട്ടത്തിൽ സുറിയാനിക്കാരൻ വെല്ലുവിളിയോടെ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തലമുറയായി കൈമുതലായി തന്നിട്ടുള്ള പരിശുദ്ധമായ വിശ്വാസമുണ്ട്. അത് ആരുടെ മുമ്പിലും അടിയറ വയ്ക്കില്ലെന്ന് ഉറപ്പായി പ്രതിജ്ഞ ചെയ്യാൻ സുറിയാനിക്കാരന് സാധിച്ചാൽ നീ അവന്റെ മുന്തിരിത്തോപ്പിൽ ഉണർവുള്ള വേലക്കാരനാണ്. ഈ സഭയുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കിടന്നുറങ്ങുന്നവൻ കർത്താവിന് കൊള്ളാവുന്നവനല്ല. ഈ ലോകം കീഴ്മൻ മറിയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ തലമുറയിലെ പാപത്തിന്റെ പടിക്കുഴിയിൽ വീണെടുക്കുകയാണ്. മദ്യമയക്കുമരുന്ന് നമ്മുടെ തലമുറയെ കാർന്നു തിന്നുകയാണ്. ഇന്നത്തെ നമ്മുടെ യൗവനക്കാരെ നെറ്റ് വിഴുങ്ങിക്കളഞ്ഞിരിക്കുകയാണ്. മാതാപിതാക്കന്മാരെക്കാൾ ഉപരി ഇന്നലെ കണ്ട ചുരുക്കിന്റെ കൂടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ഓടിത്തിരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അരുതാത്ത ബന്ധങ്ങളും അരുതാത്ത കെട്ടുപാടുകളുടെ നിലവിൽ കൂടെ തലമുറകൾ വഴിമുറിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ നമ്മുടെ തലമുറ വീട് കിടക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ സംരക്ഷണയിൽ വളരുന്ന കുഞ്ഞുങ്ങളവരെ നിങ്ങളുടെ വഴി വിട്ട്, നിങ്ങളുടെ മാർഗം വിട്ട്, നിങ്ങൾ പഠിപ്പിച്ച വിശ്വാസം വിട്ട് വഴികരിച്ച് കടന്നു പോകുമ്പോ എങ്ങനെ നീ കിടന്നുറങ്ങും? നീ വേലക്കാരൻ, മുന്തിരിത്തോപ്പിലെ വേലക്കാരനെ തീരട്ടെ. ഞങ്ങളോട് ഇപ്പൊ സഭ പറഞ്ഞ് 70 വർഷം വരെ ശുശ്രൂഷ ചെയ്താൽ മതി, 70 വയസ്സ് വരെ. അത് കഴിഞ്ഞ് റിട്ടയർഡായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ കർത്താവ് വിളിച്ചത് 70 വയസ്സ് വരെ ശുശ്രൂഷിക്കാനല്ല. സുറിയാനിക്കാരന്റെ ശുശ്രൂഷ ശവപ്പെട്ടിയുടെ അകത്ത് ആകുന്നത് വരെയാണ്. നമുക്കതുവരെ പോരാട്ടമുണ്ട്. ഞാൻ സമീപരിക്കുന്നതിന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഉണർവുള്ള വേലക്കാരായി മാറട്ടെ. ഈ സഭയിൽ നമുക്കൊരു ശുശ്രൂഷ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. നാശത്തിന്റെ പടുക്കയിൽ വീണ് തലമുറയ്ക്ക് വേണ്ടി കരയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ തലമുറയെ ഉദ്ധരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കരയാൻ, അവരെ നീതി മാർഗത്തിലേക്ക് നയിക്കാൻ, നേരാവഴിക്ക് അവരെ തിരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നാം കർത്താവിന്റെ മുന്തിരിത്തോപ്പിലെ വേലക്കാരാണ്. നമ്മളത് പാടുന്നുണ്ട്. യജമാനൻ വരും അമ്മയുടെ തുണർവുള്ളവരായി കാണുന്നവർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി ശുശ്രൂഷിക്കും. അങ്ങനെ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ സംജാതമാകും. സ്വർഗത്തിൽ പ്രവേശനമുള്ളത് മുന്തിരിത്തോപ്പിൽ ഉണർവുള്ള വേലക്കാർക്കാണ്, ഉറങ്ങുന്നവർക്കല്ല. ഈ ഉറക്കത്തിലും നമുക്ക് എഴുന്നേൽക്കാം. ഉണർവുള്ളവരെ നമുക്ക് ക്ഷണിരിക്കാം. നമുക്ക് എഴുന്നേൽക്കാം. ഒരു നിമിഷം ദൈവത്തിന്റെ ദർശനത്തിൽ നമ്മൾ തന്നെ സമർപ്പിച്ച് കണ്ണുകളായി മനുഷ്യൻ ഇങ്ങനെ പാടി വെച്ചിട്ടുണ്ട്. സർവവും
ഓടാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ മുന്തിരിത്തോപ്പിന് നല്ല വേലക്കാരായി കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഇടവക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നീ നടത്തിയ ദൈവമാണ്. ഞങ്ങളെ ഈ വിശ്വാസത്തിൽ നിലനിർത്തണമേ. ഏതെല്ലാം പീഡകൾ വന്നാലും, എന്തെല്ലാം നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എല്ലാം ത്യജിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ വിശ്വാസങ്ങൾ ത്യജിക്കില്ല. ഞങ്ങളുടെ സഭയുടെ പുണ്യപ്പെട്ടതായ പാരമ്പര്യത്തെ ഞങ്ങൾ വിട്ടുകളയില്ല. ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ തിരുമനസ്സിനെ, എല്ലാ ഭൂമിയിലെ തിരുമേനിമാരെയും, എല്ലാ വൈദികരെയും, എല്ലാ ശുശ്രൂഷകരെയും, കർത്താവേ, നിങ്ങളുടെ എല്ലാ ഭരണകർത്താക്കളെയും അവിടുത്തെ തിരുക്കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഭയിലെ ഓരോ മക്കളെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവേ, ശത്രുക്കളുടെ മേൽ നീ മനസ്സറിയുമാറാകണം എന്ന് നിങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും കർത്താവേ, സഭയുടെ എല്ലാ പ്രതിസന്ധികൾക്കും ശാശ്വതമായി പരിഹാരമുണ്ടാവാൻ സ്വർഗ്ഗം ഇടപെടുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ദേശത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പ്രത്യേകാൽ ഇന്ന് പ്രകൃതിയുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും മരണം വഴി കർത്താവേ ലോകം വിട്ട് കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞങ്ങൾ നിന്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും നിന്റെ വരവിനായിരുന്ന നിങ്ങളെ സഹായിക്കണമേ. നിന്റെ വരവിൽ കൂടി കാണാൻ ഞങ്ങളെ ഭാഗ്യം നൽകി സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെ ഒരുക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. പ്രകൃതിയും ലോകവും കലാവസ്തുക്കളും എല്ലാം നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ഞങ്ങളും ഒരുങ്ങട്ടെ. വിശുദ്ധിയിലിരുന്ന നിങ്ങളെ സഹായിക്കണമേ. ആത്മാവിലിരുന്ന ഞങ്ങളെ സഹായിക്കണമേ. നല്ല വേലക്കാരായി ഉണർവുള്ളവരായി ഒരുങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദാനങ്ങളെ ഞങ്ങൾ നിറയ്ക്കണമേ. ഇടവക അനുഗ്രഹിക്കണമേ. ബഹുമാനപ്പെട്ട ആചാര്യകളെ അനുഗ്രഹിക്കണമേ. എതിർത്ത് കൊടുക്കുന്ന അഭിഷിക്തന്മാരെ കർത്താവിന് എതിർത്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. പാടുന്ന കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങൾ ആത്മാവിൽ നിറഞ്ഞിരുന്ന് പാടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ ഒരു ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ദൈവാത്മാവിന്റെ കിന്നരമായി മാറിയതുപോലെ ഈ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കിന്നരമായി മാറട്ടെ. ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി മാറട്ടെ. തുടർന്നുള്ള ഓരോ ദിവസങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിലവിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നമ്മളെ അളക്കിനെ നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. നമ്മുടെ അർഥാർത്ഥമെന്നെങ്കിലും അടിയുടെ വായിൽ നിന്ന് വീണെങ്കിൽ സ്വർഗമടിയോട് ക്ഷമിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കാൻ അടിയിൽ എടുക്കണമേ. എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ നാമത്തിന് മാറ്റമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ മനോഹരമായ രാത്രി നിങ്ങളോട് ഒരുമിച്ചാലും സർവശക്തനായ ദൈവം ബലഹീനനായി എന്നെ തെരഞ്ഞെടുത്തതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനെനിക്ക് അവസരം തന്ന് ഇതിനായി എന്നെ ക്ഷണിച്ച എത്രയും സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട ബേസിലച്ചൻ, ഇവിടുത്തെ മുൻവികാരിയച്ചൻ, ഈ ഇടവകയുടെ അനുഗ്രഹമായ ബഹുമാനപ്പെട്ട പരത്തുവേലച്ചൻ, ഇടവകയുടെ ട്രസ്റ്റിമാർ, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തിസടനകളുടെ പ്രവർത്തകർ, ഈ വചന കേൾവിയിൽ ഈ സമയം വരെ വളരെ ക്ഷമയോടെ കാത്തിരുന്നില്ല പ്രിയപ്പെട്ടവരോടും നമുക്ക് ദൈവത്തിന്റെ മാറ്റം പ്രത്യേകം നമുക്ക് ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 4ാമത്തെ ഗാനം, അളന്നു തൂക്കി തരുന്നവനെല്ലാം ദൈവം അളക്കാതെ വാരി ചുരുങ്ങിടുമെന്നും അനുഗ്രഹങ്ങൾ. ചേർന്ന് പാടാം.
അറിയിക്കട്ടെ. ഇന്ന് അഭിമന്യരുടെ മനസ്സുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായ ഒരു വർഷത്തേക്കുള്ള പെൻഷൻ നമ്മുടെ ട്രസ്റ്റി ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരാൾക്ക് ഒരു വർഷം 6000 രൂപ അതിൽ ചിലവായി വരും. ഇന്ന് സാജു ഐസക് നല്ലാൽ ഒരാളുടെ പെൻഷൻ സ്പോൺസർ ചെയ്തവരും സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കും ഓരോരുത്തരെ സ്പോൺസർ ചെയ്യാം. ആ കാര്യങ്ങളിൽ സഹകരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവമക്കളെ, നമ്മുടെ ഈ കൺവെൻഷൻ പന്തലിൻ്റെ പുറകുവശത്തായിട്ട് നമ്മുടെ യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ ചേർന്ന് ഒരു ബുക്ക് സ്റ്റാൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ സാവധാനം ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ആ ബുക്ക് സ്റ്റാൾ സന്ദർശിക്കണം. അവരോട് ഒരുക്കി വച്ചിരിക്കുന്ന പുസ്തകങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കണ്ടറിഞ്ഞ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനമുള്ള ഓരോ കാര്യങ്ങളുമാണ് അവിടെ ഇരിക്കുക. അത് വാങ്ങിച്ച് നമ്മളെ സഹായിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. എല്ലാവരും പോയി കഴിഞ്ഞിട്ടേ ആ മക്കൾ ഇവിടുന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സാവധാനം അവരുടെ അടുക്കിലേക്ക് പോയാൽ മതി. പോകാതെ ആരും വീട്ടിലേക്ക് മടങ്ങിപ്പോകരുത് എന്നറിയിക്കട്ടെ. കാരണം കഴിഞ്ഞ യൂത്ത് അസോസിയേഷൻ കമ്മിറ്റി നടത്തിയ സമയത്ത് അവരുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഇടവകയിൽ നടത്തുവാനായിട്ട് അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ലതിനു വേണ്ടി നടത്തണമെങ്കിൽ അതിനൊക്കെയും സാമ്പത്തികം ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണല്ലോ ആ മക്കൾ അതൊക്കെയും ആർജിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ ആ കാര്യങ്ങളിൽ അവർക്കൊരു സഹായമാകാൻ തക്കവണ്ണം അതൊക്കെയും സന്ദർശിക്കണമെന്ന് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ഭക്ഷണം വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് 3 പേര് ചേർന്നാണ്. മാത്യൂസ് പോൾ ആടുകാലിൽ, എബിറ്റിയും തോമ്പ്രയിൽ, പിങ്കി എബി ചാത്തനത്ത് എന്നീ ദൈവമക്കളാണ്. ഏതാവശ്യത്തെ പ്രതി കാര്യങ്ങൾ സമർപ്പിച്ചു. നല്ല കാര്യങ്ങളെ ശുദ്ധിമതിയുടെ മധ്യസ്ഥത വഴിയായി ദൈവം തമ്പുരാൻ നടത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസത്തെ ഭക്ഷണം ഏറ്റിരിക്കുന്നവരും അതുപോലെ പെരുന്നാൾ ഏറ്റുകഴിക്കുന്നതിന് ഓഹരികളിൽ ചേർന്നിട്ടുള്ളവരുമൊക്കെ പള്ളി ഓഫീസുമായി ബന്ധപ്പെടണം. നിങ്ങൾ ഏറ്റിരിക്കുന്ന തുകകൾ പള്ളി ഓഫീസിൽ അടയ്ക്കണമേ എന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. നമുക്ക് ചെലവുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെയും ഉപയോഗിക്കുവാൻ അത് സാധ്യമാകും. ദൈവമക്കൾ അതിൽ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. കൺവെൻഷൻ കഴിഞ്ഞ് ദൈവമക്കൾക്ക് മടങ്ങിപ്പോകുവാൻ ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബസ് പരുത്തുവാലിപ്പടി, പറമ്പിപ്പീടിക വഴി പുളിക്കപ്പടി എന്നീ സ്ഥലങ്ങളിലേക്കും, രണ്ടാമത്തെ ബസ് പള്ളിത്താഴത്ത് നിന്ന് തായ്ക്കരച്ചിറ, പുല്ലുവഴി, സെന്റ് ജോർജ് ചാപ്പൽ, കർത്താവൻപടി വഴി ഐരാപുരം വരെ പോകുന്നതിനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. ദൈവമക്കളെ, ഇന്നും നാളെയുമൊക്കെയായി നടക്കുന്ന നമ്മുടെ കൺവെൻഷനിൽ ഓരോ ദിവസവും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച് ഓരോ വിഷയങ്ങൾ ഓരോ ദിവസത്തേക്ക് ക്രമീകരിച്ചിരിക്കുക. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ അവസാനം പ്രാർത്ഥനയിൽ ആ കാര്യങ്ങളൊക്കെയും ഓർത്ത് പ്രാർത്ഥിച്ചു. നമുക്കും സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ പള്ളിക്കകത്ത് നമസ്കാര മേശയിൽ ഒരു 4 ബുക്കുകൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളതായിരിക്കുന്ന ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ നമ്മളെല്ലാവരും ചേർന്ന് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ ഇടവകയിൽ രോഗികളായിരിക്കുന്നവർ, നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, രോഗികളായി ആശുപത്രി കിടക്കയിലും ഭവനങ്ങളുമൊക്കെ ആയിരിക്കുന്നവരുടെ പേരുകൾ ദൈവമക്കൾ അതിൽ ദയവായി എഴുതണം. നാളെ വിശുദ്ധ കുർബാനയുടെ സമയത്തും എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനകളിലും ഒരു തുള്ളി ഒറ്റയ്ക്കുരുമായും സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന മേശയിൽ ബുക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിൽ എഴുതണം. തെരേസ 2019 ആണോ യോഗത്തിന് വരുന്നതെന്ന് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചത്. മറ്റൊരു മനസ്സിലായി, നിങ്ങളുടെ പല പുരുഷന്മാരും നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. അത് നല്ലതല്ല. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, പലർക്കും ജോലിയില്ല. മക്കളെയും പുരുഷന്മാരെയും കർത്താവ് ഇതൊക്കെ ക്രമീകരിച്ചു വന്നു. എന്നത് നിങ്ങളുടെ പുരുഷന്മാരെ നിങ്ങൾ വിശ്വത്തോടുകൂടെ സ്തുതിക്കുവാൻ ദൈവം ഉണ്ടാകും. അതാത് യൂണിറ്റ് ഏറ്റവും ഒന്നാമതെത്തുന്നയാൾക്ക് ഇവിടെ വെക്കുന്നുണ്ട്. ഇതിനായി കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് സഹായിക്കണമേ എന്ന് ഓർമ്മ. അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളിരിക്കുന്ന കസേരകൾ, അതുകൊണ്ട് നിങ്ങളിരിക്കുന്ന ആ റോയിലുള്ള കസേരകളും എടുത്ത് മാറ്റിവെക്കണം. ഇതിനു വേണ്ടി വേറൊരാളെ പകരം ക്രമീകരിക്കുന്നത് ഉചിതമല്ലല്ലോ. ദൈവമക്കൾ പ്രത്യേകമായിട്ട് സഹിവിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കും. അഭിമന്യ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ ആ സമയത്ത് അറിയിച്ചുകൊള്ള പ്രവൃത്തി വലിയ അനുഗ്രഹമാണ്. ബഹുമാനായ ശ്രീ ബേസിൽ ഒരു ബസ് അതിന് വട്ടം പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതൊന്ന് മാറ്റി
പാർക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഭാമാന്യത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ പള്ളിയിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളോടനുബന്ധിച്ച് ആദ്യ ദിനം സുവിശേഷ മഹായോഗം ഇന്ന് പൂർത്തീകരിക്കുകയാണല്ലോ. വ്യത്യസ്ത വിഷയങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത വ്യക്തികളിലൂടെ, അച്ഛന്മാരിലൂടെ നമുക്ക് കേൾക്കുവാൻ ഇടവന്നു. ഓരോന്നും ഓരോ തിരിച്ചറിവുകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആണെങ്കിൽ അതിനൊരു നിശ്ചിത കാലയളവുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിൽ 10, ഹയർ സെക്കൻഡറി +1 +2, ഡിഗ്രി കാലഘട്ടമാണെങ്കിൽ 3 വർഷം, പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷം, മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകളുടെ കാലഘട്ടം, അങ്ങനെയെല്ലാം ഓരോ കാലഘട്ടമുണ്ട്. പക്ഷേ ജീവിതം എന്ന പാഠശാലയിൽ നമ്മളെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ്. അത് നമ്മുടെ ജനനം മുതൽ മരണം വരെ വിദ്യാർത്ഥികളാണ്. ഓരോ തിരിച്ചറിവും ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോഴും നാം പരിചയപ്പെടുന്ന പുതിയ വ്യക്തികൾ, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അതെല്ലാം നമുക്ക് നൽകുന്നത് പുതിയ തിരിച്ചറിവുകളാണ്. നമുക്കറിയാം, ബിൽ ഗേറ്റ്സ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, അദ്ദേഹത്തോട് ഒരിക്കലും ഒരു പത്രപ്രവർത്തനം ചോദിച്ചു, അങ്ങാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, എന്ത് തോന്നുന്നുവെന്ന്. അദ്ദേഹം ഒരു നിമിഷം മൗനമായിരുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അവിടെ പറയുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജോലിയിൽ നിന്നൊക്കെ പിരിച്ചുവിട്ട് ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ പത്രം വിറ്റുകൊണ്ടിരുന്ന ഒരു കറുത്തവരക്കാരൻ പയ്യനെ കാണുവാനിടയായി. ആ അവിടെ നിന്നൊരു പത്രം അദ്ദേഹം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ, അതിൻ്റെ തലക്കെട്ടുകൾ വായിച്ചപ്പോൾ ആ പത്രം വാങ്ങിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില്ലറ തൊട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തിരിച്ചേൽപ്പിച്ച് നടന്നു പോകാൻ തുടങ്ങുമ്പോൾ ആ കറുത്തവരക്കാരൻ പയ്യൻ എന്തേ പത്രം വാങ്ങുന്നില്ലെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ ചില്ലറയില്ല പത്രം വാങ്ങിക്കുവാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ, താങ്കൾ സൗജന്യമായി എടുത്തുകൊള്ളു എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം പത്രം ബിൽ ഗേറ്റ്സിന് കൊടുക്കുകയുണ്ടായി. വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വീണ്ടും ഇതേ പയ്യൻ അവിടെ പത്രം വിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചില്ലറ തൊട്ടുകൾ അന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ ഒരു ചമ്മൽ കാരണം അദ്ദേഹം പത്രം ചോദിച്ചില്ല. അതില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ എൻ്റെ ലാഭത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊള്ളാം, താങ്കൾ ഇന്നും ഈ പത്രം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടു. വർഷങ്ങൾക്ക് ശേഷം ബിൽ ഗേറ്റ്സ് സമ്പന്നനായപ്പോൾ ഈ കറുത്തവർഗക്കാരനെ കാണുകയോ എന്ന് ചോദിച്ചു. അപ്പം കറുത്തവർഗക്കാരൻ പറഞ്ഞു, എനിക്കറിയാം അങ്ങ് ബിൽ ഗേറ്റ്സ് അല്ലേ എന്ന് ചോദിച്ചു. നീ എനിക്ക് മുമ്പ് 2 പ്രാവശ്യം സൗജന്യമായി പത്രം നൽകിയിട്ടുണ്ട്, പകരമായി നിനക്ക് ഞാൻ എന്താണ് നൽകേണ്ടത് എന്ന് ചോദിച്ചു. ബിൽ ഗേറ്റ്സ് വീണ്ടും ചോദിച്ചു, നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യം, ഞാൻ അങ്ങേക്ക് അന്ന് നൽകിയത് ഇല്ലായ്മയിൽ നിന്ന് നൽകിയത് ചോദിച്ച പത്രപ്രവർത്തനം ചോദിച്ചു. എല്ലാം നമുക്ക് ഓരോ തിരിച്ചറിവുകളാണ്. സഹായത്തിൽ കൂടി ഇന്ന് തിരുവനെ കാണാൻ പോയത്, നാളെ മനസ്സിനെ പിടിച്ചു കുലുക്കുക നടത്തിയിട്ടുണ്ട്. നന്ദി പറയേണ്ട ആവശ്യമില്ല എങ്കിലും ആയപ്പോൾ ചാർജുള്ള എൽഡോലെ കെട്ടി. എപ്പോഴും മഴ പെയ്ത ഫ്രണ്ടിൽ നിന്ന് അച്ഛൻ്റെ അചഞ്ചലമായ വിശ്വാസം, അത് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. വ്യക്തികളുടെ ഒരു വിജയമല്ല, അതിന് ഒരുപാട് ഒരു അധ്വാനമുണ്ട്. ഈ പന്തലൊക്കെ രേഖപ്പെടുത്തട്ടെ. ഇതിലെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല അനുഗ്രഹങ്ങൾക്കായിട്ട് നിങ്ങളെ പ്രാർത്ഥന ചൊല്ലുന്നു. കർത്താവേ, ഇതുപോലെ
Yeah.